ഹലോ എവ്രി വൺ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് ഇരിക്കണുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മുടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ വേറെ ഒന്നുമല്ല, എൻ്റെ ഓൾറെഡി ട്രീറ്റഡ് ഹെയർ ആണ്. അതായത് ഞാൻ കളർ ചെയ്തിട്ടുള്ള ഹെയർ ആണ് എൻ്റെ. അപ്പോൾ കുറച്ചധികം ഡാമേജസ് ആയി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത കളർ പോയി, ഇപ്പോൾ ബ്ലീച്ച് കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭയങ്കര വൃത്തികേടായിട്ടാണ് എൻ്റെ തല ഇരിക്കണത്. പക്ഷേ എനിക്കതറിയാം, ആരും പറഞ്ഞില്ലെങ്കിലും. പക്ഷേ എന്താ പറയുക, ഞാനിനി അഗെയിൻ കളർ ചെയ്ത് അത് എന്താ പറയുക, ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, മോഡിഫിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്തു എന്തെങ്കിലും പാക്കൊക്കെ ഇട്ടിട്ട് ഹെയർ ഒന്ന് സെറ്റ്, ആദ്യം വലുതായി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ കുറച്ചൊരു മാറ്റം വരും എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ പാക്കൊക്കെ ഇട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ കറ്റാർവാഴയും അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയും പിന്നെന്താ നെല്ലിക്കയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. ഈ ആര്യവേപ്പിൻ്റെ ഇലയും കറ്റാർവാഴയൊക്കെ വീട്ടിലുള്ളത് തന്നെയാണ്. നെല്ലിക്ക മാത്രമാണ് കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടൊക്കെ അവിടെ ഇരിക്കണതുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇട്ടിട്ട് മിക്സിയിൽ ജാറിലിട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് വേറെ വെള്ളമോ അല്ലെങ്കിൽ വേറെ ലിക്വിഡ് ഫോമിലുള്ള ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ആ കറ്റാർവാഴയിലും അതുപോലെ നമ്മളിപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഇല കഴുകിയതാണല്ലോ, അപ്പോൾ അതിലൊക്കെ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് വേറെ ഒന്നും ഒഴിക്കേണ്ടതില്ല. അങ്ങനെ അത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് അരിച്ചെടുത്തിട്ട് ആ വാട്ടർ അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ എന്താ പറയുക, അതിൻ്റെ പൊടിയും തരിയൊക്കെ നമ്മുടെ തലയിലിരിക്കും. അപ്പോൾ ഈ താരം വരാനും അതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ പാക്ക് ഇടുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ ചെയ്തിട്ട് പാക്ക് ഇടാമെന്ന്. കാരണം ഞാൻ കാണുന്ന ഒരുവിധ ഹെയർ കെയർ വീഡിയോസിലൊക്കെ അവർ എന്തെങ്കിലും പാക്ക് ഇടുന്നതിന് മുന്നേ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം ഫ്രിസി ആയിട്ടിരിക്കുന്ന ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് പാക്ക് ഇടുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പാക്ക് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യണ വെളിച്ചെണ്ണ ഓയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ അമ്മ കാച്ചണ വെളിച്ചെണ്ണയാണ്. അത് പണ്ട് തൊട്ടിട്ടേ കാച്ചിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. അല്ലാതെ വേറെ ഓയിലുകളൊന്നും അങ്ങനെ യൂസ് ചെയ്ത് ശീലമില്ല, യൂസ് ചെയ്യാറുമില്ല. അപ്പോൾ കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ ഇടാം. ഇനി കാച്ചുമ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ഇടാം. അപ്പോൾ അതിൽ കുറേ എന്താ പറയുക ഔഷധ ചെടികളും ഔഷധ മരുന്നുകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണ ഒരു എന്താ പറയുക വെളിച്ചെണ്ണയാണത്, കാച്ചിയ എണ്ണയാണ്. അപ്പം അത് ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ നോക്കി ഓയിലൊക്കെ ചെയ്ത് ഹെയർ നന്നായി കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ മുടി ഉണ്ടാവും. എനിക്ക് പണ്ട് ഒരുപാട് അത്യാവശ്യത്തിന് മുടി ഉണ്ടായിരുന്നൊരു കുട്ടിയാണ്. ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്താ പറയുക, ഞാൻ എന്തെങ്കിലും അതായത് എനിക്ക് ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാനായിട്ട് ഏതെങ്കിലും കുഴിയിൽ വന്ന് ചാടുമ്പോഴാണ് ഞാൻ പഠിക്കുള്ളൂ. അങ്ങനെ കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ, ഈ മുടി കേടായതും ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ് എൻ്റെ ഹെയർ, ഇവിടെ നെറ്റിയുടെ അവിടെയുള്ള ഹെയറൊക്കെ കുഞ്ഞ് ഹെയർ വന്നതും പിന്നെ പോയതും ഒക്കെ കാണിച്ചു തരണതാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു 10 മിനിറ്റ് നേരം നമ്മുടെ തലയിൽ ഇത് കീപ്പ് ചെയ്യാം. അതായത് ഓയിൽ വെക്കാം. ഓയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് വിടുക. അല്ലാതെ വലിയ കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് വരെ മസാജൊക്കെ ചെയ്താൽ മതി. ഓവറായിട്ട് ചെയ്യണതും പൊട്ടയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് വരെയൊക്കെ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി നല്ല രീതിയിൽ മുകളിലേക്ക് കെട്ടി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആവണമെങ്കിലാവാം. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, അധികം നേരം ഓയിൽ തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു ഹാഫ് ആൻ അവറൊക്കെ, അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതങ്ങനെ വെക്കണതും മുടിക്ക് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓയിൽ ചെയ്തതിന് ശേഷം മുടി കെട്ടി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ആ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് അരിക്കാൻ വേണ്ടി പോവാണ് ഞാൻ. അപ്പോൾ അത് അരിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ തലയിൽ ആ കൊറ്റനൊന്നും ഇരിക്കില്ല. നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഒറ്റ വാഷിലൊക്കെ അത് പോവും. നമ്മൾ ലിക്വിഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലിക്വിഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ല വാട്ടറായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് തലയിൽ നിന്ന് കഴുകി കളയാനായിട്ട്. പിന്നെ പോയില്ല എന്നുണ്ടെങ്കിൽ താരനും അങ്ങനെ ചൊറിച്ചിലൊക്കെ വരും. ഇവനെ വീഡിയോയുടെ ഇടയിൽ വന്നിട്ട് എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാണ്ട് അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് കഴുകി കളയാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പോൾ, കഴുകി കളയല്ല കേട്ടോ, 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പാക്ക് ഉണ്ടല്ലോ അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ വാട്ടർ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാനൊന്നും പറ്റണില്ല. പിന്നെ വീഡിയോ എടുക്കണോണ്ട് ഞാൻ കുറച്ച് നേരം കാണിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഫുൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂട്ടിൽ നല്ലോണം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഹെയർ ലെങ്ത്തിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകില്ല. റൂട്ടിലാണ് എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 10-15 മിനിറ്റ് മാക്സിമം കീപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നല്ലൊരു, ഞാൻ ഹെർബൽ ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കളയണത്. നല്ല ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത് കേട്ടോ.
അതിനുശേഷം ഈ വീഡിയോക്കകത്ത് ഞാൻ റിസൾട്ട് ആഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടണ ഒരു പാക്കൊന്നുമല്ല, അത്ര നല്ല എന്താ പറയുക അത്ഭുതകരമായ പാക്കൊന്നുമല്ല ഇത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവുള്ളൂ. വീക്കിലി 2 ടൈംസ് ഒക്കെ യൂസ് ചെയ്താൽ അത്രയും നല്ലതാണ്. കാരണം ഈ ആര്യവേപ്പായാലും എന്തെങ്കിലും ഇൻഫെക്ഷൻ തലയിൽ ഇങ്ങനെ ചൊറിച്ചലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ്. അതുപോലെ കറ്റാർവാഴയൊക്കെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, നെല്ലിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് വീക്കിലി 2 ടൈംസ് എങ്കിലും ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാനിപ്പോൾ ഇന്ന് അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നാണ് ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണത്. അതിന് മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ ചെയ്യുമ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് ആരും എന്താ പറയുക റിസൾട്ട് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല, ഈ വീഡിയോയോട് കൂടെ ഞാൻ റിസൾട്ടൊന്നും ഇട്ടിട്ടില്ല. എന്തായാലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴാണല്ലോ അറിയാൻ പറ്റുക. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.